വിപി, ഐ എം സോറി. വിപി ഒന്നും അറിയിക്കാതിരുന്നത് തെറ്റ് തന്നെയാ. എന്നോട് ക്ഷമിക്ക. വേണ്ട ഗീത, ഇനി ഈ ക്ഷമ പറച്ചിൽ നാടകത്തിനൊന്നും ആവശ്യമില്ല. നമ്മൾ തമ്മിൽ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും നാൾ സന്തോഷത്തിലും സങ്കടത്തിലും നിഴല് പോലെ ഒരാൾ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസം വെറും ഒരു വ്യാമോഹമായിരുന്നെന്ന് ഇന്നെനിക്ക് ബോധ്യമായി. ഒപ്പം നിന്ന് എൻ്റെ ഭാര്യ എന്നെ ചതിക്കുകയായിരുന്നു. എന്തിന് താനത് ചെയ്തു എന്ന് എനിക്കറിയില്ല, ഇനിയോട്ട് അറിയണമെന്നുമില്ല. എൻ്റെ ഭാര്യയും ഇത്രയും നാളെ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള സത്യത്തോട് മനസ്സുകൊണ്ടൊന്ന് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. ഞാൻ പോയിക്കോ. ഇനിയൊരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണമെന്നില്ല. ഇല്ല, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് പറയണം. എനിക്കത് പറഞ്ഞേ പറ്റൂ. ഈ പ്രശ്നങ്ങൾക്ക് ശേഷം അപ്പോൾ ആദ്യമായിട്ട് കോളേജിൽ പോയ ദിവസം വിപിക്ക് ഓർമ്മയുണ്ടോ? അന്ന് വിപി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ദിവസം. ആ പകൽ കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കോളേജിൽ താനൊരു ആൺകുട്ടിയായി സ്വയം ഡിക്ലെയർ ചെയ്തുവെന്നും അതറിഞ്ഞ ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികൾ പ്രശ്നമുണ്ടാക്കിയെന്നും അവരെന്നെ അറിയിച്ചു. പെൺകുട്ടികളുടെ ബഹളത്തെ തുടർന്ന് അപ്പുവിനെ ക്ലാസ്സിൽ പ്രത്യേകം ബ്ലോക്ക് അനുവദിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ വാഷ്റൂമിന്റെ കാര്യത്തിലും പ്രശ്നമുണ്ടായി. അന്ന് അപ്പുവിന് കോളേജ് മതിയായി തുടങ്ങിയിരുന്നു. പിന്നെ വിപി ആയിട്ടുണ്ടായ പിണക്കം മാറിയപ്പോൾ വിപി തന്നെ അപ്പുവിനോട് ആദ്യം ആവശ്യപ്പെട്ടത് കോളേജിൽ പോയി തുടങ്ങാനായിരുന്നു. പക്ഷെ ഇനി അവിടെ പോയാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുമെന്ന് അപ്പു സ്വാഭാവികമായിട്ട് ഭയന്നു. ഇതൊക്കെ അച്ഛനോട് തുറന്നു പറയാനും അവൾക്ക് മടിയായിരുന്നു. വിപി ഇതറിഞ്ഞ് കോളേജിൽ ചെന്ന് പ്രിൻസിപ്പാളുമായിട്ട് വഴക്കുണ്ടാക്കുമെന്നും അതൊരു വലിയ പ്രശ്നമായി തീരുമെന്ന് അവൾ പേടിച്ചു. അത് മാത്രമൊന്നും ആയിരുന്നില്ല കാരണം. കോളേജിൽ വെച്ച് മാളു അവളുമായിട്ട് വീണ്ടും ചെങ്ങാത്തത്തിന് ചെന്ന അപ്പുവിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത് വീണ്ടും മുരളിയുമായിട്ടുള്ള വഴക്കിന് കാരണമാവും. അതുകൊണ്ട് അവൾ തന്നെയാണ് കുറച്ചുനാൾ കോളേജിൽ പോവാതെ ഇങ്ങനൊരു പോംവഴി കണ്ടുപിടിച്ചത്. ആദ്യത്തെ ദിവസം തന്നെ അവളത് എന്നോട് വന്ന് പറയുകയും ചെയ്തു. ആദ്യമൊക്കെ ഞാനും എതിർത്തെങ്കിലും അവൾ പറയുന്നല്ലേ എവിടേക്കോ കാര്യമുണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനതിന് മൗനസമ്മതം നൽകിയത്. കൊള്ളാം, അമ്മയും മകളും കൂടി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കണ്ടുപിടിച്ച വഴി കൊള്ളാം. ക്ലാസ്സിന് പോകാതെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ഏജന്റായി വർക്ക് ചെയ്ത് സമയം കളയുക. സത്യമായിട്ടും അപ്പോൾ അങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുത്ത കാര്യം എനിക്കറിയില്ലായിരുന്നു. വിപി പറയുമ്പോഴാ ഞാനും അതേക്കുറിച്ച് അറിയുന്നത് തന്നെ. ചിലപ്പോൾ പകൽ മുഴുവൻ തനിച്ചിരുന്ന് മുഷിഞ്ഞപ്പോൾ നേരം കളയാൻ അവൾക്ക് തന്നെ തോന്നിയ ഒരു ഉപായമായിരിക്കും അത്. അങ്ങനെ ഇനി എന്തൊക്കെ ഉപായങ്ങൾ അവൾക്ക് തോന്നിക്കൂടായില്ല ഗീത. ഇതിപ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇനി ഇതുപോലെ എന്തൊക്കെ അവൾ നമ്മളറിയാതെ ചെയ്തു കൂട്ടുന്നുണ്ടാവും. അതിനൊക്കെ തൻ്റെ വക ഇതുപോലുള്ള മൗനസമ്മതം കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ ഗൃഹനാഥനാന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, അപ്പൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാ. നോ ഗീത, വെറുതെ താൻ എൻ്റെ അടുത്ത് ഒരു ന്യായീകരണത്തിന് നിൽക്കണ്ട. എന്ത് കാരണം പറഞ്ഞാണെങ്കിലും സ്വന്തം മകളുമായി ചേർന്ന് താൻ എന്നെ ഒറ്റപ്പെടുത്തുകയായിരുന്നു, വിഡ്ഢിയാക്കുകയായിരുന്നു. അതൊക്കെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഞാൻ വല്ലാതെ വൈകിപ്പോയി. അതെൻ്റെ തെറ്റാ. എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയെന്ന് സന്തോഷിച്ചും സമാധാനിച്ചും ജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ ആവേശത്തിലായിരുന്നു ഇതിന് കുറച്ച് മുമ്പ് വരെ. വീണ്ടും പഴയതുപോലെ ഇരുട്ടിലായിപ്പോയി.